സി ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ട്. അതിൽ പെർട്ടിക്കുലർലി ഒരെണ്ണം എടുത്ത് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സ്റ്റിൽ ആസ് എ ടീച്ചർ എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് പാരൻസ് മീറ്റിംഗ്, ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുള്ള പാരൻസ് മീറ്റിംഗിൽ വെൻ ദ പാരൻസ് ടോൾഡ് മീ ദാറ്റ് അവരുടെ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു സാറിൻ്റെ കൂടെ. എല്ലാ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫോർ ദ ഹോൾ ഇയർ. എല്ലാത്തിനും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ അതെനിക്ക് ഭയങ്കര ഒരു അടിപൊളി മെമ്മറി, ഇറ്റ്സ് എ മോട്ടിവേഷൻ, എവറിത്തിങ്. ആൻഡ് ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആസ് എ ബെസ്റ്റ് മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന് പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയതുണ്ട്. സോ അത് അനൗൺസ് ചെയ്യുന്ന ആ മൂമെൻറ്റ്, അത് അടിപൊളി മൂമെൻ്റ് ആയിരുന്നു. വെൻ ഓൾ ദ ചിൽഡ്രൻ വെ സോ ഹാപ്പി, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈവൻ ഓൾ ദ സ്റ്റുഡൻസ്, ടീച്ചർ, ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ നിന്ന് പൂക്കൾ വരച്ച്, മീൻസ് പൂക്കളം വരച്ച് പൂവിട്ട്. അപ്പോൾ ആ കണ്ട ഒരു സന്തോഷം വളരെ പ്യൂറായിട്ട് തോന്നി. സോ അതൊരു ബെസ്റ്റ് മെമ്മറി ആയിരുന്നു. ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല. കാരണം ഞാനൊക്കെ ഒരുപാട് കമ്പാരിസൺ കേട്ടിട്ട് വന്ന ആളാണ്. അതായത് ആ കുട്ടിയെ നോക്കി പഠിക്കുക, ഈ കുട്ടിയെ നോക്കി പഠിക്കുക, ഇത്ര മാർക്ക് വാങ്ങി, എന്താ നീ അത് ചെയ്യാത്തത്, അവൻ അത് ചെയ്തില്ല. സി എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ബി എഡിന് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റുഡ് എല്ലാവരും ഒരേപോലെ ഒന്നും അല്ല. പലർക്കും പല കഴിവുകളുണ്ട്. പല ടൈമിലായിരിക്കും ഓരോരുത്തരും ഓരോന്ന് പഠിക്കുക. ആൻഡ് അതൊക്കെ റിയലൈസ് ചെയ്യാനും കുറേ ടൈം എടുക്കും. അപ്പം ഞാൻ ഒരിക്കലും ഒരു കുട്ടി, അത് ഞാൻ ഈ വീഡിയോന് വേണ്ടി പറയുന്നതല്ല, എൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായിരുന്നു. നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മാർക്ക് വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് യു ഓൾ ആർ ഡിഫറെൻറ്റ്. നിങ്ങൾ ഓരോ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ മാസം ബെറ്റർ ആവാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ ഒരിക്കലും അത് ചെയ്യാറില്ല. വളരെ അടിപൊളിയായ ക്വസ്റ്റ്യൻ ആണ്. ഹൗ വാസ് യുവർ ഫസ്റ്റ് ക്ലാസ്? സി ഫസ്റ്റ് ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മുടെ ബി എഡിൻ്റെ ട്രെയിനിങ് ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് ആസ് എ ടീച്ചർ നമ്മുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ ചെല്ലുന്നു, എനിക്ക് ആ കുട്ടികളൊന്നും അറിയില്ല. സ്റ്റിൽ ക്ലാസ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരും എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നെർവസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെർവസ് ആയിരുന്നു. ബട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്കത് ചെയ്യാൻ പറ്റുന്നല്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയുമ്പോഴും അതായത് ആസ് എ ടീച്ചർ എനിക്ക് ആ ക്ലാസ്സിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ആരും നിങ്ങൾ കമ്പയർ ചെയ്യരുത്, നിങ്ങൾ ബെറ്റർ ആവാൻ ശ്രമിക്കണം. പിന്നെ ആസ് എ ഹോൾ ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യണം. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സംസാരിക്കരുത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് എനിക്കൊന്ന് ചോദിക്കാം, എപ്പോൾ വേണോ ചോദിക്കാം. ഇങ്ങനെയുള്ള എൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ ആകെ പറഞ്ഞ കുറച്ച് റൂൾസ് എന്താണ്, ഇതൊക്കെ ഞാൻ അവിടെ പറഞ്ഞ്. പിന്നെ ഒബ്വിയസ്ലി എല്ലായിടത്തും ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഡേ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ. പിന്നെ എൻ്റെ ഒരു വേ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അവരുടെ ഫേവറേറ്റ് ഫുഡ് ചോദിക്കും. സോ ഫുഡ് ചോദിക്കുമ്പോൾ എല്ലാവരും മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ഡേ ആയിരുന്നു ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ക്വൈറ്റ് നെർവസ് ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ എന്താണെന്നുള്ളത്, ഓക്കെ. സോ നമ്മൾ ബി എഡിന് ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ടീച്ചിങ് ഒക്കെ പഠിക്കും. ബട്ട് ഇൻ റിയാലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടീച്ചറിനും ഓരോ വേ ഓഫ് ടീച്ചിങ് ഉണ്ടാവും. സോ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഡെലിഗേറ്റർ സ്റ്റൈൽ, വേർ എനിക്ക് എല്ലാ സ്റ്റുഡൻസും ആ ക്ലാസ്സിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കണം. ഓക്കെ, ഇഫ് യു ആർ നോട്ട് വെൽ, കുഴപ്പമില്ല, അവിടെ കിടന്നോ, കുഴപ്പമില്ല, ഞാൻ ആരും ശല്യം ചെയ്യുന്നില്ല. ആൻഡ് ആസ് എ ടീച്ചർ ഞാൻ മാത്രം സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സി ഏതൊരു ടീച്ചറാണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളുടെ റെസ്പോൺസും കൂടി കിട്ടുമ്പോഴാണ് ആ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആവുക. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ടു ടേക്ക് 40 മിനിറ്റ്സ് ഓഫ് ക്ലാസ്. എത്ര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണെങ്കിലും 40 മിനിറ്റ് ഞാൻ ഒരിക്കലും ക്ലാസ് എടുക്കില്ല. അറൗണ്ട് 30 മിനിറ്റ്സ് ഓർ 25 മിനിറ്റ്സ് ഞാൻ ക്ലാസ് എടുക്കും. ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, കാര്യങ്ങൾ, സ്റ്റോറീസ്, ഇതൊക്കെ പറയുമ്പോൾ ദ ചിൽഡ്രൻ വിൽ ബി കുറച്ചും കൂടി അതിലേക്ക് ഇമ്മേഴ്സ്ഡ് ആവും. സോ ദാറ്റ്സ് മൈ വേ ഓഫ് ടീച്ചിങ് സ്റ്റൈൽ. ഓക്കെ, എനിക്ക് സ്റ്റുഡൻസും കൂടി ഇൻവോൾവ് ആവണം ആ ക്ലാസ്സിൽ, അവർ ഡൗട്ട് ചോദിക്കണം. സോ അപ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആവുക.
യാ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ് ടീച്ചറിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ്. എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ യു ഹാൻഡിൽ ഇൻ എ ഇയർ. ഒരു 210 ദിവസം ഉള്ള ഒരു അക്കാഡമിക് കലണ്ടറിൽ എങ്ങനെ പോയാലും ഒരു 100 ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യും. പക്ഷേ എനിക്ക് അത് ക്ലാസ്സിലുള്ള കുട്ടികളുടെ ബിഹേവിയർ ആവാം, അക്കാഡമിക്സ് ആവാം, എനിത്തിങ്, അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യും. ബട്ട് ഇപ്പോഴും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ബോയ്സ് ഗേൾസിനോട് മിണ്ടില്ല. എസ്പെഷ്യലി ഈ ഒരു 5th 6th 7th സ്റ്റാൻഡേർഡിലൊന്നും ഞാൻ കോമണായി കണ്ടുവന്ന കാര്യമാണ്. ബോയ്സ് ഒന്നും ഗേൾസിൻ്റെ അടുത്ത് അധികം മിണ്ടില്ല. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ സിഗ്മ മെയിൽ അതാണ് ഇതാണ് ലൈക്ക് ദാറ്റ് ദേ ആർ നോയിങ് ദാറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. സോ അത് ഞാൻ പല കാര്യങ്ങളും നോക്കി, ബോയ്സിനെ ഗേൾസിൻ്റെ അടുത്ത് ഇരുത്തി നോക്കി, പല രീതിയിൽ നോക്കി, ഞാൻ പല ഉടായ്പ നോക്കി, ഒന്നും നടന്നിട്ടില്ല. ഐ തിങ്ക് കറക്റ്റ് അവരുടെ ഹോർമോൺ ചേഞ്ച് നടക്കുമ്പോൾ ഒരു 8th 9th ഒക്കെ എത്തുമ്പോഴേക്കും അവരുടെ ഈ ഒരു സംഭവം മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിച്ച് ഐ കാൺ ഹാൻഡിൽ. ഇപ്പോഴും എനിക്കത് നേരെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ഞാൻ പഠിക്കേണ്ടിയിരിക്കണം. സോ ഇതൊരു ക്യൂട്ടായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഫ്രീ പീരീഡ് സ്റ്റുഡൻസിന് എന്ത് വർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് കുട്ടികളുടെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രീ പീരീഡ് ഒരു ടീച്ചർ വന്ന് കുറേ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ തോട്ട് എന്തായിരിക്കും? ഈ ടീച്ചർ ഏത് നേരവും പണി തരലാണല്ലോ എന്നുള്ള തോട്ടുണ്ടാവും. സോ ഒരിക്കലും ഞാനങ്ങനെ ഫ്രീ പീരീഡ് വന്നിട്ട് നിങ്ങൾ ഈ വർക്ക് ചെയ്യണം, അത് വരയ്ക്കണം, ഇത് എഴുതണം എന്ന് ഞാൻ പറയാറില്ല. സ്റ്റിൽ ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ആണെങ്കിൽ മാത്രം കുറച്ച് ഒരു പോർഷൻ അവർക്ക് ഇതൊന്ന് റിവൈസ് ചെയ്യും, ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് എൻഗേജിങ് ആയിട്ടിരിക്കും. അല്ലാത്ത ടൈമൊക്കെ ഞാൻ അവരുടെ ഫ്രീ പീരീഡ് ആണെങ്കിൽ ഐ വിൽ ടെൽ, നിങ്ങൾ കുറച്ച് നേരം സംസാരിച്ചോ വിത്ത് യുവർ ഫ്രണ്ട്സ്, ബട്ട് റെഡ്യൂസ് യുവർ നോയ്സ്. അത്യാവശ്യം ചെറിയ രീതിയിൽ സംസാരിക്കും. ബിക്കോസ് ഒരു ഹോൾ ഡേ ദേ ആർ സ്റ്റഡിങ്. അപ്പോൾ അവർക്ക് ആകെ കിട്ടുന്ന ഒരു 20-30 മിനിറ്റ്സ് ആയിരിക്കും ഒരു പീരീഡൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയി വർക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ എനി ചാപ്റ്റർ വിച്ച് ഐ ടുക്ക് അതിലൊരു ചെറിയ പോർഷൻ അവർ പഠിക്കണം. ആൻഡ് ഐ വിൽ ആസ്ക് സം 2 or 3 questions. ജസ്റ്റ് വാട്ട് ദേ അണ്ടർസ്റ്റുഡ് അതവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലാണ്ട് A to Z എനിക്ക് ബൈ ഹാർട്ട് പഠിച്ച് പറയണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയാറില്ല. എന്താണോ അതൊന്ന് മനസ്സിലായത് അത് ഇൻ യുവർ ഓൺ ലാംഗ്വേജ് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഫൈൻ, കഴിഞ്ഞു, ഫിനിഷ്. ഇതാണ് ഞാൻ കൊടുക്കാറുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. B.Ed പഠിച്ച പ്രൊജക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, B.Ed നമ്മൾ പ്രത്യേകിച്ച് ഫൈനൽ ഇയർ ആകുമ്പോൾ കുറേ ചാർട്ട് വരയ്ക്കും, കുറേ ആ പ്രൊജക്റ്റ് ഈ പ്രൊജക്റ്റ് റെക്കോർഡൊക്കെ എഴുതി ആ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് 2024-ലാണ്. ടെക്നോളജി ഒരുപാട് വളർന്നു. എവറി സ്കൂൾ ഈസ് ഹാവിങ് ഓൾമോസ്റ്റ് സ്മാർട്ട് ബോർഡും കമ്പ്യൂട്ടറും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ ഈ ഒരു ഇയറിൽ ഒരു ചാർട്ട് പോലും എവിടെയും യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് മറ്റേ LCD സ്ക്രീൻ ഉണ്ട്, ഐ ക്യാൻ ഷോ ദം വീഡിയോ, ഐ ക്യാൻ ഷോ ദം പിക്ചർ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, അത് നല്ല നല്ല വീഡിയോ കാണിച്ചു കൊടുക്കാം. ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വെരി ബെറ്റർ. ആൻഡ് ചാർട്ട് വരച്ച് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുക്കുക എന്നുള്ളതൊന്നും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിൻ്റെ ആവശ്യമില്ല അവിടെ. ഓക്കെ, B.Edലെ എല്ലാ പ്രൊജക്റ്റ് വർക്കൊന്നും ഒരിക്കലും സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് B.Ed ഇസ് എ ടീച്ചിങ് പ്രാക്ടീസ്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. റിയാലിറ്റിയിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം ഇറ്റ്സ് ഡിഫറെൻറ്റ്. അത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ബട്ട് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. അതായത് B.Ed പഠിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ചെയ്ത പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ എടുക്കുന്ന ക്ലാസ് എല്ലാവർക്കും ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുട്ടികളെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ബോർഡിൽ വരച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചൈൽഡ് സൈക്കോളജി കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കും ഈ B.Edലെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ B.Edലെ ഫൈനൽ ഇയറിലെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വിചാരിച്ചു ഇതാണ് ഹെക്ടിക് വർക്ക്. അതായത് ഒരു മാസം ഇരുന്ന് കുറേ റെക്കോർഡ് എഴുതി കുറേ പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്കൂളിൽ ഇതൊന്നും ആവശ്യം വരില്ല, ഭയങ്കര ബാഡാണെന്ന് ഫീൽ ചെയ്യും. ബട്ട് ഇൻ റിയാലിറ്റി നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, ആൻസർ കീ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക, രജിസ്റ്റർ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആക്ച്വലി
ഇൻ റിയാലിറ്റി ഞാൻ പറയുകയാണെങ്കിൽ ബി എഡ് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ശരിക്കും ഒരു സ്കൂളിൽ കയറി ജോലി ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു സ്റ്റാൻഡേർഡിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അവിടെ ഒരു കുറവ് വരുത്താനേ പാടില്ല. നമ്മളിങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാവും, നമുക്കത് പറഞ്ഞുതരാൻ സ്കൂളിൽ നമ്മുടെ മുകളിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, അവരുടെ ഹെൽപ്പ് അതൊക്കെ ഉണ്ടാവും. സ്റ്റിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ശരിക്കും പഠിക്കുന്നത് ശരിക്കും നമ്മളൊരു റിയലായിട്ട് ഒരു ടീച്ചറായിട്ട് നമ്മൾ സ്കൂളിൽ കയറുമ്പോഴാണ് ശരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഒരു ടീച്ചർ മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് സ്കൂളിലെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഇറ്റ്സ് എ ടീം വർക്ക്. എസ്പെഷ്യലി ഞാൻ എൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഒക്കെ ടൈം പറയുന്നെങ്കിൽ റിപ്പോർട്ട് കാർഡ് എഴുത്തും റിമാർക്സും ദേവർ ലോട്ട് ഓഫ് വർക്ക്. അത് ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നല്ല. സോ എന്നെ സഹായിക്കാൻ അവിടെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് ആസ് എ ടീം നിന്ന് ഫുൾ പരസ്പരം ഹെൽപ്പ് ചെയ്ത് അത് പറഞ്ഞുതരാൻ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അതിൻ്റെ താഴെയുള്ള ടീച്ചേഴ്സ്. സോ എല്ലാവരുടെയും കൂടി ഒരു ഇൻവോൾവ്മെൻറ്റിലാണ് ഒരു സ്കൂള് ഒരു വർഷം ഇത്രയും ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിക്കോട്ടെ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത്. ഒരിക്കലും ഒരാൾ ഇരുന്നുകൊണ്ട് അത് ഇത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ടീം വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുക, ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, സ്റ്റുഡൻറ്റ് റെസ്പെക്ട് ചെയ്യുക, എവ്രിത്തിങ്. നമ്മൾ ഇത്തിരി ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളും അവിടെ പഠിക്കും. അത് അവർക്കൊരു സഹായമാവും, നമുക്കൊരു സഹായമാവും. ആൻഡ് എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ എൻവയറമെൻറ്റ് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും. സോ ടോട്ടലി എൻ്റെ ഈ ഒരു ഇയർ നല്ലൊരു ഇയർ ആയിരുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കി, അത് ഒരുപാട് റെക്ടിഫൈ ചെയ്ത് തന്നു. സോ ടോട്ടലി ഐ എൻജോയ്ഡ്. എനിക്കിപ്പോൾ നല്ലൊരു സെറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. എൻ്റെ എന്ന് പറയാനുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ സ്റ്റുഡൻസ്. ഞാൻ നന്നായി എൻജോയ് ചെയ്തു നിങ്ങളുടെ കൂടെ. ഐ ഹോപ്പ് നിങ്ങൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് എൻജോയ് ചെയ്തിട്ട് ഞാൻ ഓരോ ദിവസവും ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ 6th ആയിക്കോട്ടെ, 7th ആയിക്കോട്ടെ, 8th ആയിക്കോട്ടെ, 9th ആയിക്കോട്ടെ, ഈച്ച് ക്ലാസ് വാസ് അടിപൊളി. സോ എല്ലാ ടീച്ചേഴ്സിനും, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ലീഡിങ് ടീച്ചേഴ്സ് ആൻഡ് മൈ പാരൻസ് ആൻഡ് ഓൾ ദ സ്റ്റുഡൻസിൻ്റെ പാരൻസ്, എല്ലാവർക്കും താങ്ക് യു. So this is the video. Thanks for watching.